ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEB എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതായ അക്കൗണ്ടൻസിയിൽ നിന്നുള്ള 25 ചോദ്യങ്ങളാണ്. കഴിഞ്ഞ 5 വീഡിയോകളിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഡാഷ്. സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻ ക്ലോസിംഗ് സ്റ്റോക്ക്, വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്. ഏതാണ്? സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ എന്ത് കിട്ടും? കറക്റ്റ് ആൻസർ ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ്. ആൻസർ ഡി ആണ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഡി, ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഇക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സെയിൽസിൽ നിന്നും സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഇക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് ഡയറക്റ്റ് ലേബർ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ഡാഷ്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ മാർക്കറ്റ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ, മാർജിനൽ പ്രൈസ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്, മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വർഷാവസാനം ബിസിനസ്സിൽ ബാക്കിയാവുന്ന ഗുഡ്സാണ്. അതിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് വാല്യൂ ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നരേഷൻ ഈസ് റിലേറ്റഡ് ടു ഡാഷ്. നരേഷൻ താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്. ഏതാണ്? ജേണൽ. ജേണലിൽ ഓരോ എൻട്രി കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ബ്രീഫ് ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ജേണലിലെ നരേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ് ഈസ് നോൺ ആസ് ഡാഷ്. കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനെ എന്തറിയപ്പെടുന്നു? ഓണേഴ്സ് ഫണ്ട്, നെറ്റ് അസറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, ലാബിലിറ്റീസ്. ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റൽ. കറക്റ്റ് ഓപ്ഷൻ സി ആണ്, വർക്കിംഗ് ക്യാപിറ്റലാണ് ആൻസർ. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ഈസ് ഇക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പെറ്റി ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻ അണ്ടർ ഡാഷ് സിസ്റ്റം. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷിൻ്റെ എല്ലാ ഇടപാടുകളും മെയിൻ ക്യാഷ്യർക്ക് നോക്കി നടത്താൻ കഴിയില്ല. അപ്പോൾ ഇയാളുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഒരു പെറ്റി ക്യാഷ്യറെ അപ്പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ മാസത്തിൻ്റെ തുടക്കത്തിൽ മെയിൻ ക്യാഷ്യർ ഒരു നിശ്ചിത തുക ആർക്ക് നൽകുന്നു? പെറ്റി ക്യാഷ്യർക്ക് നൽകുന്നു. മാസാവസാനം ഇത്ര ചിലവായി എന്ന് കാണിച്ചിട്ട് പെറ്റി ക്യാഷ്യർ എന്ത് ചെയ്യണം? മെയിൻ ക്യാഷ്യർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. ആ ഒരു തുകയാണ് നമ്മൾ ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറയുക. ഇംപ്രസ്ഡ് എമൗണ്ട്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻ അണ്ടർ ഡാഷ് സിസ്റ്റം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ക്രെഡിറ്റ് സിസ്റ്റമാണോ, ഇംപ്രസ്ഡ് സിസ്റ്റമാണോ, സിംഗിൾ എൻട്രി ആണോ, ഡബിൾ അക്കൗണ്ട്സ് ആണോ? ഏതാണ്? ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇംപ്രസ്ഡ് സിസ്റ്റം. ഓക്കെ. സെയിൽസ് ഡേ ബുക്ക് റെക്കോർഡ്സ് ഓൺലി ഡാഷ്. സെയിൽസ് ഡേ ബുക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഏതാണ്? ഏത് മാത്രമാണ്? ഗുഡ്സ് സെൻഡ് ആസ് ഫ്രീ സാമ്പിൾ, ഗുഡ്സ് സെൻഡ് ആസ് ഫ്രീ സാമ്പിൾ, കൺസൈൻമെൻറ്റ് ഓഫ് ഗുഡ്സ്, ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്. ഏതാണ്? ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ക്രെഡിറ്റ് സെയിൽസ് മാത്രമാണ് സെയിൽസ് ഡേ ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേണൽ എന്നും പറയും. സെയിൽസ് ജേണൽ അല്ലെങ്കിൽ സെയിൽസ് ഡേ ബുക്ക് അത് റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സെയിൽസ് മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാരിയേജ് ഓൺ സെയിൽസ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. ക്യാരിയേജ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാരിയേജ് മാത്രമല്ല ഇവിടെ പറഞ്ഞ എന്താണ്? ക്യാരിയേജ് ഓൺ സെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാരിയേജ് ഓൺ സെയിൽസ് പറഞ്ഞാൽ അത് ഏത് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഓക്കെ.
ക്യാരിയേജ് ഓൺ സെയിൽസ്, സെയിൽസുമായി ബന്ധപ്പെട്ട ക്യാരിയേജ് ആണ്, അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ല. വെറും ക്യാരിയേജ് മാത്രമായിരുന്നെങ്കിലോ, ക്യാരിയേജ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണിക്കേണ്ടത് അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് ഷോൺ ഓൺ അക്കൗണ്ട്സ് ബുക്ക്? താഴെ പറയുന്നതിൽ അക്കൗണ്ട് ബുക്കിൽ കാണിക്കാത്തത് ഏതാണ്? ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, ഫ്രീ സാമ്പിൾ, ഓണേഴ്സ് ഫണ്ട്. ഏതാണ്? ട്രേഡ് ഡിസ്കൗണ്ട് ആണ് കറക്റ്റ് ആൻസർ. ഇത് നമ്മൾ അക്കൗണ്ട് ബുക്കിൽ കാണിക്കാറില്ല, കാരണം ട്രേഡ് ഡിസ്കൗണ്ട് ആ സമയത്ത് തന്നെ, അതായത് ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് തന്നെ ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അക്കൗണ്ട് ബുക്കിലേക്ക് അതിനെ കാണിക്കേണ്ട ആവശ്യം ഇല്ല. കറക്റ്റ് ആൻസർ ഏതാണ്? ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് ഫോർ. എന്തിനാണ് ക്യാഷ് ഡിസ്കൗണ്ട് അനുവദിച്ച് നൽകുന്നത്? പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, ബൾക്ക് പർച്ചേസസ്, കണ്ടിന്യൂസ് പർച്ചേസസ്, റെഗുലർ കസ്റ്റമേഴ്സ്. എന്തിനു വേണ്ടിയാണ് ക്യാഷ് ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നത്? പ്രോംപ്റ്റ് പേയ്മെൻ്റ് ആണ് കറക്റ്റ് ആൻസർ. ബൾക്ക് പർച്ചേസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ട്രേഡ് ഡിസ്കൗണ്ട് ആണ് ലഭിക്കുക, ട്രേഡ് ഡിസ്കൗണ്ട്. പ്രോംപ്റ്റ് പേയ്മെൻ്റ് ആണെങ്കിലോ, കറക്റ്റ് സമയത്ത് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ടാണ് അനുവദിച്ചത്, അപ്പോഴാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ, പ്രോംപ്റ്റ് പേയ്മെൻ്റ് ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഈസ് കറക്റ്റ് ആൻസർ. ബൾക്ക് പർച്ചേസിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ട്രേഡ് ഡിസ്കൗണ്ട് ആണെന്ന് ഓർക്കുക. കണ്ടിന്യൂസ് പർച്ചേസും റെഗുലർ കസ്റ്റമേഴ്സിനും ചിലപ്പോൾ ഡിസ്കൗണ്ട് അനുവദിച്ചു കൊള്ളണം എന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫർണിച്ചർ അക്കൗണ്ട് ഓൾവേസ് ഷോസ് ഡാഷ് ബാലൻസ്. ഫർണിച്ചർ അക്കൗണ്ട് ഏത് ബാലൻസ് ആണ് കാണിക്കുന്നത്? ഓർക്കുക, ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്, റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടുകൾ എപ്പോഴും ഏത് ബാലൻസാണ് കാണിക്കുക? ഡെബിറ്റ് ആയിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. ഫർണിച്ചർ അക്കൗണ്ട് എന്ത് കാണിക്കുന്നു? ഡെബിറ്റ് ബാലൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, സാലറീസ് ആൻഡ് വേജസ് ആർ ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. സാലറീസ് ആൻഡ് വേജസ് അങ്ങനെ വന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാലറീസ് ആൻഡ് വേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഇവിടെ പ്രാധാന്യം സാലറിക്കാണ്. ആദ്യം പറഞ്ഞത് ഏതാണ്? സാലറിയാണ്. ഇനി വേജസ് ആൻഡ് സാലറീസ് ആയിരുന്നെങ്കിലോ, വേജസ് ആൻഡ് സാലറീസ് ആണെങ്കിൽ അപ്പോൾ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ആദ്യം പറയുന്നതിനാണ് പ്രാധാന്യം. അപ്പോൾ സാലറീസ് ആൻഡ് വേജസ് എന്ന് പറയുമ്പോൾ സാലറിക്കാണ് പ്രാധാന്യം, അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നു. ഇനി വേജസ് ആൻഡ് സാലറീസ് ആണെങ്കിലോ, അപ്പോൾ നമ്മൾ വേജിന് പ്രാധാന്യം കൊടുക്കുന്നു, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക. ഇപ്പോൾ ഇവിടെ ഏതാണ് പറഞ്ഞത്? സാലറീസ് ആൻഡ് വേജസ്, അതുകൊണ്ട് എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാരിയേജ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. ക്യാരിയേജ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് ക്യാരിയേജ് എവിടെയാണ് കാണിക്കുന്നത്? വെറും ക്യാരിയേജ് എന്ന് മാത്രം പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാരിയേജ് ഓൺ പർച്ചേസ് ഇത് പറഞ്ഞാൽ, ക്യാരിയേജ് ഓൺ പർച്ചേസ് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വെറും ക്യാരിയേജ് എന്ന് പറഞ്ഞാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. എവിടെയാണ് കാണിക്കേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഈ ക്യാരിയേജ് ഓൺ സെയിൽസ് ആണെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നു, അതവിടെ കാണിക്കണം, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ ട്രേഡിംഗ് റിസൾട്ട്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് റിസൾട്ട് അറിയാൻ ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, ബാലൻസ് ഷീറ്റ്. ഏതാണ്? ട്രേഡിംഗ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ബോട്ട് ആൻഡ് സോൾഡ്, ഗുഡ്സ് ബോട്ട് ആൻഡ് സോൾഡ്, ഇതാണ് ട്രേഡിംഗ് റിസൾട്ട് എന്ന് പറയുന്നത്. ഗുഡ്സ് വാങ്ങി വിറ്റു, അതുവരെയുള്ള ചിലവ്, ബാക്കിയുള്ള ചിലവുകളൊന്നും ഇതിൽ വരില്ല. അപ്പോൾ അത് എവിടെയാണ് കാണിക്കുന്നത്? അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക. ഗുഡ്സ് വാങ്ങി വിറ്റു, അപ്പോൾ ഇവിടെ വരുന്ന ചിലവും വരുമാനവും. ഓക്കെ, അതിനെയാണ് നമ്മൾ ട്രേഡ് റിസൾട്ട് എന്ന് പറയുക. അപ്പോൾ ട്രേഡിംഗ് റിസൾട്ട് കാണിക്കാൻ ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് മൊത്തത്തിലുള്ള ലാഭം, നെറ്റ് പ്രോഫിറ്റാണ് കിട്ടുക, നെറ്റ് പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് ഇൻകംസ് ആർ ഷോൺ ഇൻ ദി ഡാഷ്. ഇൻഡയറക്റ്റ് ഇൻകംസ് എവിടെയാണ് കാണിക്കുന്നത്? ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് അതിന് ബന്ധമില്ല, അതായത് ബിസിനസ് ഗുഡ്സ് വാങ്ങുക വിൽക്കുക ഇതുമായിട്ട് ബന്ധമില്ല. അതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളത് നമ്മളെവിടെ കാണിക്കും? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ ട്രേഡിംഗ് അക്കൗണ്ടിലാണോ? ഇൻകം ആയതുകൊണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, ഇൻകം എവിടെ കാണിക്കുക? എപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും, ഇൻകം ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. ഓക്കെ, എന്തിൻ്റെ ക്രെഡിറ്റിലായിരിക്കും?
ഇവിടെ ഡയറക്റ്റ് ഇൻകം ആയിരുന്നെങ്കിൽ നമ്മളവിടെ കാണിക്കും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഡയറക്റ്റ് ഇൻകം ആയിരുന്നെങ്കിൽ നമ്മൾ കാണിക്കുക. ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകമാണ്, അതുകൊണ്ട് ഇവിടെ കാണിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ബി ആണ്, ക്രെഡിറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ക്രെഡിറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഷോൺ ഇൻ ദി ഡാഷ്. എന്താ പറഞ്ഞു? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, അതായത് പ്രൊഡക്ഷൻ ബിസിനസ്സിൻ്റെ പ്രവർത്തനമായിട്ട് അതിന് ബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ എവിടെ കാണിക്കുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഡെബിറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി, ഡെബിറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അസറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു ഡിപ്രീസിയേഷൻ? താഴെ പറയുന്നതിൽ ഡിപ്രീസിയേഷന് ബാധകമല്ലാത്ത അസറ്റ് ഏതാണ്? ഡിപ്രീസിയേഷൻ സംഭവിക്കാത്ത അസറ്റ് എന്നർത്ഥം. ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ആപ്പിൾ, ഐഫോൺ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ലാൻഡാണ്. ഭൂമിക്ക് ഡിപ്രീസിയേഷൻ അങ്ങനെ വരാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ, പേയ്മെൻറ്റ് ഓഫ് എ ബിൽ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ബൈ ദ അക്സെപ്റ്റർ ഈസ് കോൾഡ് ഡാഷ്. പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്, കൊടുക്കേണ്ട സമയമാവുക. ഒരു ബില്ല് കൊടുക്കേണ്ട സമയം 7-ാം തീയതിയാണെന്ന് വെച്ചോളൂ. അപ്പോൾ അത് 6-ാം തീയതി തന്നെ ഇതിന് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരെന്താണ്? ഡിസ്കൗണ്ടിങ്, എൻഡോഴ്സ്മെൻറ്റ്, റിട്ടയറിങ്, ഡിസോണർ. എന്താണ്? റിട്ടയറിങ് ഓഫ് ബിൽ. എന്താണ് കറക്റ്റ് ഓപ്ഷൻ? ഏതാണ്? സി ആണ്, റിട്ടയറിങ് ഓഫ് ബിൽ. ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഈസ് ഡാഷ് ടു ദ ബിസിനസ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ബിസിനസ്സിന് എന്താണ്? ആൻ ഇൻകം, ആൻ എക്സ്പെൻസ്, എ ലയബിലിറ്റി, ലോസ്. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഓണർ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ക്യാഷോ അതുപോലെ മറ്റുള്ളത് പിൻവലിക്കുന്നതിനാണ് ഡ്രോയിങ് എന്ന് പറയുക. ഇതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു. ഡ്രോയിങ്ങിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓണറോട് ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് വാങ്ങും നമ്മൾ. അപ്പോൾ ബിസിനസ്സിന് അതെന്താണ്? ആൻ ഇൻകം. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഈസ് ആൻ ഇൻകം. കറക്റ്റ് ഓപ്ഷൻ എ ആണ്, ആൻ ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എന്താണ്? ആൻ ഇൻകം. ക്വസ്റ്റ്യൻ, എ ഷെയർ പ്രീമിയം അക്കൗണ്ട് അപ്പിയേഴ്സ് ഇൻ ഡാഷ്. ഷെയർ പ്രീമിയം എന്തായിട്ടാണ് കാണിക്കുന്നത്? ഷെയർ പ്രീമിയം എന്തായിട്ടാണ് കാണിക്കുന്നത്? എവിടെ കാണിക്കുന്നു? അപ്പിയേഴ്സ് ഇൻ എ ഷെയർ പ്രീമിയം അക്കൗണ്ട് അപ്പിയേഴ്സ് ഇൻ എവിടെ? ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ നെറ്റ് ലോസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ അറ്റ നഷ്ടം അല്ലെങ്കിൽ നെറ്റ് ലോസ് കാണിക്കാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണ്? കണ്ടുപിടിക്കാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണ്? നെറ്റ് ലോസ് എവിടെ നിന്ന് കണ്ടുപിടിക്കാം? എവിടെ നിന്നാണ്? ട്രേഡിംഗ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് കറക്റ്റ് ഓപ്ഷൻ. ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും കണ്ടുപിടിക്കുന്നത് എവിടെ നിന്നാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് അക്കൗണ്ട്സ് ആർ ആൾസോ നോൺ ആസ് ടെമ്പററി അക്കൗണ്ട്. ടെമ്പററി അക്കൗണ്ട് എന്നറിയപ്പെടുന്നത് ഏത് അക്കൗണ്ടുകളാണ്? റിയൽ, പേഴ്സണൽ, നോമിനൽ, ക്യാപിറ്റൽ. റിയൽ, പേഴ്സണൽ, നോമിനൽ, ക്യാപിറ്റൽ. ഏതാണ്? നോമിനൽ അക്കൗണ്ടുകളാണ് എന്തറിയപ്പെടുന്നത്? ടെമ്പററി അക്കൗണ്ടുകൾ എന്നറിയപ്പെടുന്നത്. അത് എക്സ്പെൻസുകളും ഇൻകംസുമാണ്. ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. ഓക്കെ, അതിൽ വരുന്നത് അത്തരം അക്കൗണ്ടുകളെ നമ്മൾ നോമിനൽ അക്കൗണ്ടുകൾ എന്ന് പറയുന്നു. താൽക്കാലിക അക്കൗണ്ടുകൾ എന്നർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, എ കമ്പനി ദാറ്റ് ഈസ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ഇനഫ് ടു മീറ്റ് ഇറ്റ്സ് ഒബ്ലിഗേഷൻ ആൻഡ് കണ്ടിന്യൂ ഇറ്റ്സ് ബിസിനസ് ഫോർ ദ ഫോർസിബിൾ ഫ്യൂച്ചർ ഓൺ ദ ബേസ് ഓഫ് ഡാഷ് കോൺസെപ്റ്റ്. ഒരു ബിസിനസ് കുറേ കാലം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അൺഫോർസിബിൾ ഫ്യൂച്ചർ, അതുപോലെ അത് ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. ഇത് രണ്ടും കാണിക്കുന്നത് ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ്? അടുത്ത കാലത്തൊന്നും അടച്ചുപൂട്ടില്ല എന്നർത്ഥം. ബിസിനസ് എൻറ്റിറ്റി ആണോ, ഗോയിങ് കൺസേൺ ആണോ, വെരിഫയബിൾ ഒബ്ജക്റ്റീവ് ആണോ, മണി മെഷർമെൻ്റ് ആണോ? ഇതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.
ഗോയിങ് കൺസേൺ ബിസിനസ് അടുത്ത കാലത്തൊന്നും അടച്ചുപൂട്ടാൻ സാധ്യതയില്ല, വൈൻഡിങ് അപ്പിന് സാധ്യതയില്ല. അതാണ് ഗോയിങ് കൺസേൺ എന്നർത്ഥം വരുന്ന കോൺസെപ്റ്റിൽ നിന്നാണ് ഇത് വരുന്നത്, അൺഫോർസിയബിൾ ഫ്യൂച്ചർ എന്നുള്ള ബേസ് വരുന്നത്. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ ഗോയിങ് കൺസേൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡാഷ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് ബിസിനസ്സിൻ്റെ എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? എ വേ ഓഫ് ബിസിനസ്സിൻ്റെ വഴിയാണ്, എസൻസ് ആണോ, ലാംഗ്വേജ് ആണോ, ബാക്ക് ബോൺ? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? സി ആണ്, ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കമ്പൽസറി ഫോർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് നിർബന്ധമുള്ളത് ആർക്കാണ്? കമ്പനീസ്, സോൾ ട്രേഡർ, പാർട്ണർഷിപ്പ് ബിസിനസ്, ഓൾ ഓഫ് ദി എബോവ്. ആർക്കാണ്? കമ്പനികൾക്കാണോ, സോൾ ട്രേഡർക്കാണോ, പാർട്ണർഷിപ്പിനാണോ, ഓൾ ഓഫ് ദി എബോവ്? എല്ലാവർക്കും നിർബന്ധമാണോ? നോ. പാർട്ണർഷിപ്പിനും സോൾ പ്രൊപ്പറേറ്റർക്കും എന്തില്ല, കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് ഓപ്ഷനിലാണ്, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. കമ്പനികൾക്ക് നിർബന്ധമാണ്. ആസ് പെർ റൂൾ, നിയമപ്രകാരം കമ്പനികൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ലൈവ് സ്റ്റോക്ക് ഈസ് ട്രീറ്റഡ് ആസ് ഡാഷ്. ലൈവ് സ്റ്റോക്കിനെ എന്തായിട്ട് പരിഗണിക്കുന്നു? ഫിക്സഡ് അസറ്റ്, ഇൻടാഞ്ചിബിൾ, കറണ്ട് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്? ഏതാണ്? ലൈവ് സ്റ്റോക്ക് കറണ്ട് അസറ്റായിട്ടാണ് പരിഗണിക്കുന്നത്. ലൈവ് സ്റ്റോക്ക് എന്നാണ് കറണ്ട് അസറ്റ്. കറക്റ്റ് ഓപ്ഷൻ സി ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള വീഡിയോകളും കാണാൻ ശ്രമിക്കുക.